എല്ലാം കൊണ്ടും ഇതുവരെയുള്ള യൂത്തമാർക്കൊക്കെ മറിച്ചടിച്ച് ആഘോഷത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടണ്ടേ, ഇതുവരെ കിട്ടിയില്ലത്. പക്ഷെ വേറെ ലെവൽ നെട്ടിച്ചു പറഞ്ഞ അക്ഷരം നെട്ടിച്ചു. അത്ര ഫൈറ്റൊക്കെ സൂപ്പർ. ഇതുവരെ കാണാതെ രാഘോസിനെ കാണണമെന്നുണ്ടെങ്കിൽ ഈ പടം കണ്ടാൽ മതി. അത്രക്കും സൂപ്പർ പെർഫോമൻസ്, ഒന്നും പറയാനില്ല. അത്രയും സൂപ്പർ ആക്ഷനൊക്കെ വേറെ ലെവൽ. ഇതുവരെയുള്ള യൂത്തന്മാർക്കൊക്കെ ഇനി ഭീഷണിയാണ് രാഘോസ്. ഈ ലെവലിലൊക്കെ വരട്ടെ, ഈ ചോക്ലേറ്റ് ഒക്കെ വിട്ടിട്ട് ഈ ലെവലിൽ വരണം. ഒന്നും പറയാനില്ല, നമുക്ക് ഒട്ടും ഒരു മോശം പറയാല്ലാത്ത അടിപൊളി സ്റ്റോറിയും മേക്കിങ്ങും ആക്ഷനും എല്ലാം കൊണ്ടും നിറഞ്ഞൊരു പടം. എല്ലാം ഫാമിലി പ്രത്യേകിച്ച് കാണണം. ഈ കാലഘട്ടത്തിലുള്ള പിള്ളേർ നിർബന്ധമായും കാണണം. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. പക്ഷെ സ്റ്റോറി ഒന്നും പറയാൻ പറ്റില്ല, കാരണം പറയാൻ സമയമല്ല. കാരണം ചാക്കോച്ചിന്റെ ഈ പെർഫോമൻസ് കണ്ടുമ്പോൾ സ്റ്റോറി നമുക്ക് പറയാൻ വിട്ടുപോയി. കാരണം എന്താ പറയുക, സ്റ്റോറി അത്രയും നല്ല മസ്റ്റ് വാച്ചിങ് സ്റ്റോറിയാണ്. അത്രക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പിള്ളേർ പെൺപിള്ളേർ കാണേണ്ട സിനിമ അതാണ് മെയിൻ ആയിട്ട്. നല്ല സൂപ്പർ പടമാണോ. ഒത്തും ആക്ച്വലി പടം നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് കാണുമ്പോൾ ശരിക്കും ഒരു ഫീല് കിട്ടും. അതായത് നമ്മുടെയൊക്കെ ആർക്ക് എന്തൊക്കെ സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അത് ശരിക്കും ചാക്കോച്ചൻ നല്ലപോലെ വർക്കൗട്ട് ചെയ്തു. ഫൈറ്റ് സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഫൈറ്റ് അതോടൊപ്പം തന്നെ ഇതിനകത്ത് DOP ക്യാമറ എഡിറ്റിംഗ് ഒക്കെ ഗ്രേഡിംഗ് ഒക്കെ നല്ല രസമുണ്ട്. ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വിഷ്വൽസും കാര്യം ആ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതൊന്നും അല്ല, ഇതിനകത്ത് നല്ല സീരിയസ് റോളോ, നല്ല രസമുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. നമ്മൾ 5-ാം വാതിര മൂവിയെ കാണുന്ന പോലത്തെ ഒരു സാധനമുണ്ട് ഇതിനകത്ത്. എടുത്തു പറയേണ്ട പിന്നെ വൈശാഖ് നടനില്ലേ, പുള്ളി പൊളിച്ച് നല്ല രസമുണ്ട്. പിന്നെ ഡയറക്ടർ സാറ് തന്നെ നല്ലപോലെ അഭിനയിച്ച് നല്ലൊരു റോൾ തന്നെ പുള്ളിയും ചെയ്തു. ഏതാ കേട്ടില്ല? പിന്നെ ഡെഫിനറ്റ്ലി അത് ഞാനിപ്പോ അത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, സ്പോയിലർ പോലെ ആവും ചിലപ്പോൾ, അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷെ ഇന്നത്തെ ജനറേഷൻ മസ്റ്റായിട്ട് കാണണം. അതിനകത്ത് കുറെ കാര്യങ്ങൾ അങ്ങനത്തെ അവരെ എഫക്ട് സാധനമുണ്ട്. അല്ല നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ചാക്കോച്ചൻ പിന്നെ പറയണ്ടല്ലോ, പുള്ളിയുടെ മറ്റുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് പുതിയൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറായിട്ട് തോന്നി. അടിപൊളി പടമായിരുന്നു. ആക്ഷൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു. പുള്ളി അടിപൊളി സിനിമ തന്നെയായിരുന്നു. മെസ്സേജ് എന്ന് പറയുന്നത് ഇപ്പൊ ഡ്രഗ്സ് യൂസ് ചെയ്യണതിന്റെ ഒക്കെ തന്നെയാണ് അതിൽ കൊടുക്കുന്നത്. പിന്നെ വൈശാഖിന്റെ ക്യാരക്ടറാണ് പിന്നെയും ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടത്. ഭയങ്കര സൈക്കോ, ആനന്ദത്തിൽ നിന്നും വളരെ ഡിഫറെന്റ് ആണല്ലോ. അടിപൊളിയായിരുന്നു. അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പടം കിടിലമാണ്, അടിപൊളിയാണ്, എല്ലാം സൂപ്പറാണ്, എല്ലാം അടിപൊളിയാണ്. മായ പോലീസ് സ്റ്റേഷനാണ്. സാധാരണ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും പറയും നമ്മളിത് വ്യത്യസ്തമായ ഒരു നായകനാണെന്നൊക്കെ. പക്ഷെ ഇതിൽ ശരിക്കും ആ ഒരു വ്യത്യസ്തത കുഞ്ചാക്കോന്റെ പെർഫോമൻസിൽ കാണാൻ പറ്റി. ആ സിനിമയിൽ തന്നെ ഒരു ഡയലോഗ് പറയണ്ട, പണ്ടത്തെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നല്ലോ, അതിന് ഭയങ്കരമായിട്ട് കുഞ്ചാക്കോ മാറിയിട്ട് ഈ പെർഫോമൻസിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തിരക്കഥ, നമുക്കറിയാം ഷാഹി കബീർ അതിശക്തമായ തിരക്കഥകൾ ചെയ്യുന്ന ആളാണ്. പിന്നെ മാർട്ടിൻ ബ്രക്കാട്ടാണെങ്കിൽ വ്യത്യസ്തമായ പോലീസ് സ്റ്റോറികൾ ചെയ്യുന്ന ആളാണ്. ഇരട്ടയാണെങ്കിൽ നായാട്ടാണെങ്കിലും. പക്ഷെ ഓഫീസർ ഡ്യൂട്ടി ഇതിൽ നിന്നൊക്കെ മാറി ഒരു പ്രസക്തമായ സബ്ജക്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലി സ്റ്റോറി, ത്രില്ലർ സ്റ്റോറിയും ബാലൻസ് ചെയ്തിരിക്കുന്ന പോലുള്ള എഴുത്താണ്. പിന്നെ JXBGയുടെ BGM, ഒരു ത്രില്ലർ പടത്തിന് എങ്ങനെയാ വേണ്ടതെന്ന് അറിഞ്ഞു കൊടുത്ത BGM, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട രീതിയിൽ അതിന്റെ മൊത്തത്തിലുള്ള ടെക്നിക്കൽ സൈഡ് എല്ലാവരും, ഇപ്പൊ ക്യാമറ വർക്ക് ആണെങ്കിൽ എല്ലാവരും. പിന്നെ ജീത്തു അഷ്റഫ് അദ്ദേഹത്തിന്റെ ഒരു ഫസ്റ്റ് പടമാണെന്ന് തോന്നാത്ത രീതിയിലുള്ള അതിഗംഭീരമായ മേക്കിംഗ് ആണ്, ഡയറക്ഷൻ ആണ്. മൊത്തത്തിൽ നോക്കിയാൽ കുഞ്ചാക്കോ ഞെട്ടിച്ചിരിക്കുകയാണ്. എനിക്ക്